ഹായ് ഗൈസ്, വെൽക്കം ടു ഏഞ്ചൽസ് വേൾഡ്. ഇന്ന് പെസഹ വ്യാഴമായിട്ട് പെസഹ അപ്പവും പാലുമാണ് ഉണ്ടാക്കുന്നത്. അതിനായി 1/2 ഗ്ലാസ് ഉഴുന്നെടുത്ത് ഒരു പാനിലിട്ട് നമുക്ക് ചൂടാക്കാം. റോസ്റ്റ് ചെയ്ത ഉഴുന്ന് 1 ഗ്ലാസ് പച്ചരിയും ചേർത്ത് കഴുകി കുതിരാൻ വയ്ക്കാം. ആറ് മണിക്കൂറിന് ശേഷം കുതിർത്തെടുത്ത ഉഴുന്നും അരിയും നമുക്ക് നന്നായി അരച്ചെടുക്കാം. അരച്ചെടുത്ത മാവ് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം 2 വെളുത്തുള്ളി, 5 കൊച്ചുള്ളി എന്നിവയുമായി കുറച്ച് തേങ്ങയും ചേർത്ത് ജീരകവും ആയി നമുക്ക് അരച്ചെടുക്കാം. ഇത് അരച്ച് വെച്ച മാവിലേക്ക് ചേർത്ത് ജാറ് കഴുകിയെടുത്ത് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് അല്പം ഉപ്പും ഇട്ട് നന്നായി മിക്സ് ചെയ്ത് അരമണിക്കൂർ മൂടി വയ്ക്കാം. അരമണിക്കൂറിന് ശേഷം പാത്രമെടുത്ത് കുറച്ച് നെയ്യ് തടവി അതിലേക്ക് ഈ മാവ് ഒഴിക്കാം. മാവ് ഒഴിച്ചു വെച്ചതിന് ശേഷം ഒരു ഇഡലി പാത്രം ചൂടാക്കി നമ്മൾ ഒഴിച്ചു വെച്ച പാത്രം അതിലേക്ക് വെച്ച് മൂടി വയ്ക്കാം. അതിനുശേഷം ഒരു ടൂത്ത് പിക്ക് കൊണ്ട് കുത്തി അത് വെന്തോ എന്ന് നോക്കാം. ഇനി നമുക്ക് പാല് തയ്യാറാക്കാനായി കുറച്ച് ശർക്കര പാനി ഉണ്ടാക്കണം. അതിനുശേഷം കുറച്ച് ഏലക്ക, ചുക്ക്, ശർക്കര എന്നിവ മിക്സിയുടെ ജാറിൽ പൊടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ പാനി റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. കുറച്ച് തേങ്ങ എടുത്ത് നമുക്ക് തേങ്ങാപ്പാൽ ഉണ്ടാക്കണം. അതിനായി തേങ്ങ എടുത്ത് മിക്സിയുടെ ജാറിലിട്ട് നമ്മൾ 1-ാം പാലും 2-ാം പാലും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു പാത്രത്തിൽ 3 സ്പൂൺ അരിപ്പൊടി എടുത്ത് കുറച്ച് 2-ാം പാൽ ചേർത്ത് തരിയില്ലാതെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ചുകൂടി ശർക്കര പാനിയും തേങ്ങാപ്പാലും ചേർക്കണം. നന്നായി ഇത് മിക്സ് ചെയ്ത് നമ്മൾ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് നന്നായി കുറുകി വരുമ്പോൾ നമുക്കതിലേക്ക് പൊടിച്ചു വെച്ച ശർക്കര, ഏലക്ക, ചുക്ക് എന്നിവ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം. നല്ല ജീരകത്തിൻ്റെ പൊടിയാണ് ചേർക്കുന്നത്. ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ അല്പം ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. അടുപ്പ് ഓഫ് ചെയ്തതിന് ശേഷം 1-ാം പാൽ കൂടി ചേർത്ത് നന്നായി ഇളക്കുക. അപ്പോൾ നമ്മുടെ അപ്പവും പാലും ഇവിടെ റെഡി ആയിട്ടുണ്ട്.